ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയോമിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എക്സിറ്റ് നമ്പർ 173 ഒരു ലൗസിലാണ്. നമ്മളൊരു കുടിയൊക്കെ പാസ്സാക്കി ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫുൾ സെറ്റാണ്, ഫ്രഷ് ആണ്. ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്, അനുവാണ് ഓടിക്കാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ജൂലിയറ്റിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നമുക്ക് ഇന്നലെ ഡെൻവറിൽ നിന്നും നേരെ നമുക്ക് ലോഡ് കിട്ടിയത് ലാസ് വേഗാസിനായിരുന്നു. ലാസ് വേഗാസിൽ നിന്നും നമുക്ക് നേരെ സോൾട്ട് ലേക്ക് സിറ്റി കിട്ടി. സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് നേരെ ജൂലിയറ്റ് കിട്ടി. സോ ഈ ട്രിപ്പിന് വേറെ പ്രത്യേകത, നമ്മൾ അവിടെ ചെല്ലുമ്പം നമ്മൾ ട്രക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് റോഡിലേക്ക് പോകണം. നാട്ടിൽ പോകാൻ സമയമായി, വെക്കേഷനുള്ള ടൈമായി. വിന്ററിന്റെ ഒത്ത നടുക്കാണ്. ഇന്നലെ വരുന്ന വഴിക്ക് നമ്മളുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തു പോകുന്നുണ്ട്, പക്ഷെ ഇൻട്രോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്നലെ ഫോർട്ടിയിൽ നിന്നും നമ്മൾ നേരെ ലാസ് വേഗസിലേക്ക് എത്തുന്നതിന് ലാസ് വേഗസിലേക്ക് പോകുന്ന വഴി നമ്മളൊരു സ്റ്റേറ്റ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഹൂവർ ഡാം ഉണ്ടായിരുന്നത്. ഹൂവർ ഡാം ഇവിടുത്തെ ഒരു ഫേമസ് ഡാമാണ് കേട്ടോ. നവാഡയുടെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമാണ്. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാവുന്നതിന്റെ പരമാവധി വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു വീഡിയോസ് എടുത്ത് പിന്നെ പോയി കിടന്നുറങ്ങി. അതുകൊണ്ട് അന്നേരം നമുക്ക് വേറെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല, ഇൻട്രോയും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ലോക പ്രശസ്തമായ ഹൂവർ ഡാം ആണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. 1936 ഈ ആർച്ച് ഡാം പണിതത്. ഏതാണ്ട് 6 വർഷം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഈ ഡാമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡാമിന്റെ ഉയരം ഏതാണ്ട് 60 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരം ഉണ്ട് കേട്ടോ. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജലസംഭരണിയുള്ള ഒരു ഡാമും കൂടിയാണ് ഹൂവർ ഡാം. ഒരു വർഷം ശരാശരി 7 മില്യൺ ആളുകളാണ് ഈ ഹൂവർ ഡാം കാണാൻ വേണ്ടി തന്നെ ഇവിടെ വന്നു പോകുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഹൂവർ ഡാം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലാസ് വേഗസിലെത്തി. ലാസ് വേഗസിലെത്താൻ ഏതാണ്ട് ഹൂവർ ഡാമിൽ ഏതാണ്ട് 50 മൈലും കൂടി ഉള്ളൂ വേഗസ് ടെർമിനൽ, നമ്മുടെ എസ്എസിന്റെ ടെർമിനലിലേക്ക്. സോ അവിടെ ചെന്ന് നമുക്ക് അവിടുന്ന് നേരെ സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലോഡ് കിട്ടിയത്. അപ്പം സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് പോകുന്ന വഴിയൊക്കെ രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് നമുക്ക് 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമുക്ക് ജൂലിയറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ വന്ന് വയോമിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മൈൽ മാർക്ക് 173 ലൗസിൽ കയറി ഒരു കുളിയൊക്കെ പാസ്സായി ഫ്രഷായി നമ്മൾ ഇവിടെ നിന്ന് സീറ്റ് മാറി. ഞാനിനി പുറകെ പോയി കിടന്നുറങ്ങും. എന്തെങ്കിലും നല്ല സീനൊക്കെ വരുമ്പോൾ അവൾ പയ്യെ വിളിക്കും, പയ്യെ എണീറ്റ് ഒന്ന് വീഡിയോ എടുക്കും, വീണ്ടും പോയി കിടക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ. പിന്നെ ഈ ലൗസിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൗസ് ശരിക്കും നല്ല തണുപ്പ് വരുന്ന സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഈ സ്ഥലത്ത് എനിക്ക് -28 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ വന്നതാണ്. അന്ന് എൻ്റെ കൈ ഓൾമോസ്റ്റ് ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചതാണ്. അന്ന് ഞാൻ ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈക്ക് എന്തോ ഒരു മരപ്പൊക്കെ ഉണ്ട്. പൊതുവെ തണുപ്പുള്ളപ്പോൾ കൈക്കൊരു മരപ്പുണ്ട്. കാര്യം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലൗസ് ഊരി കഴിഞ്ഞപ്പോൾ കൈക്കൊരു നീല കളർ. ഞാൻ ആദ്യം ഓർത്ത് എന്താ ഗ്ലൗസിന്റെ കളർ വല്ല ഇളകിയതാണെന്ന് ഓർത്ത് അകത്ത് കൊണ്ടേ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടും കളർ മാറില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കളറൊക്കെ റെഡി. അപ്പം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചതാണ്. ഈ ഫ്രോസ്റ്റ് ബൈറ്റിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ. കാരണം തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിച്ച ആൾക്കാരൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം വരാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞല്ല അതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് എക്സ്ട്രീം ടെമ്പറേച്ചർ താഴേക്ക് പോകുമ്പോൾ അത് നല്ല ഭയങ്കര തണുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസ് എല്ലാം ഡാമേജ് ആയിട്ട് നീല കളർ വരും. ശരിക്കും നമ്മുടെ കൈയൊക്കെ ആണെങ്കിലും അത് ഏതാണോ നമ്മൾ പുറത്തെ ടെമ്പറേച്ചറോട്ട് എക്സ്പോസ് ആയിരിക്കുന്നത് അവിടെ നീല കളർ വരും. ആൻഡ് ഡേഞ്ചറസ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വൺസ് ഈ ടിഷ്യൂ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ല, അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, അവർ കണ്ടിച്ച് കളയുള്ളൂ. സോ കൈയൊക്കെ ലൈക്ക് നീല കളറായിട്ട് നമ്മൾ ചെല്ലുവാണെങ്കിൽ എവിടം വരെ ടിഷ്യൂസ് ഡാമേജ് ആയോ അവിടെ വെച്ച് കണ്ടിക്കും, ഇല്ലെങ്കിൽ അത് അകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ മൂക്കില്ലാത്തത്, ചെവിയില്ലാത്തത്, പ്ലാസ്റ്റിക്കിന്റെ മൂക്കും പ്ലാസ്റ്റിക്കിന്റെ ചെവിയൊക്കെ വെച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഈ സ്കേറ്റിങ്ങിനൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ മൂക്കൊക്കെ പ്രോപ്പർലി കവേർഡ് അല്ലാണ്ട് കഴിയുമ്പോൾ കാറ്റടിച്ച് മൂക്ക് തണുത്ത് ടിഷ്യൂ ഡാമേജ് ആയി കഴിയുമ്പോൾ അവരവിടെ വെച്ച് കടിച്ച് കളയും. സോ അത്രയ്ക്കും ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. സോ വിന്ററിൽ ഓടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രോപ്പർ ഡ്രസ്സുകൾ നമ്മൾ വിയർ ചെയ്യുക. നമ്മൾ 1, 2, 3 ജോഡി ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല. അതിന് മുകളിലേക്ക് ജാക്കറ്റ് ഇടുക, ഗ്ലൗസ് ഇടുമ്പോൾ ഡബിൾ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഗ്ലൗസുകൾ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ കൈ അതുപോലെ നമ്മുടെ ബോഡി കാര്യങ്ങളെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. സോ നമ്മളങ്ങനെ നമ്മുടെ ജൂലിയറ്റിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ബാക്കി റോഡിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇപ്പം വയോമിംഗിലെ റോളിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റോളിങ്സ് ടു ലെറാമി. ഇവിടെ ശക്തമായ ക്രോസ് വിൻഡ് കാരണം അവര് IIT ക്ലോസ്ഡ് ആണെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു.
ഫോർ 40,000 പൗണ്ടിൽ താഴെ ഭാരമുള്ള വണ്ടികൾക്കാണ് IIT ക്ലോസ്ഡ് ആയിട്ടുള്ളത്. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ശരിക്കും 60,000 പൗണ്ട് ഭാരമുണ്ട്. പക്ഷെ ഇത് 2 ട്രെയിലറും കൂടെ കൂടിയാണ് 60,000 പൗണ്ട്. 55 മൈൽ പെർ അവർ കാറ്റുണ്ട്, ക്രോസ് വിൻഡ് ഉണ്ട്. സോ അതുകൊണ്ട് അവരോട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള ചില കൗതുകകരമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വിന്ററിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ചാടി കേട്ടോ. അനുവാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു പുത്തരി അല്ലെന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലൊക്കെ 65 പോയിക്കൊണ്ട് 65 മൈൽ പെർ അവർ കാറ്റുണ്ടായിരുന്ന സമയത്തൊക്കെ അനു നല്ല സൂപ്പറായിട്ട് വണ്ടി വിട്ടാവും. നമുക്ക് ബാക്കി ഇതൊക്കെ നമ്മള് ബാക്കി തരും തന്നെ. നമ്മൾ നാളെ അവിടെ ഓടിച്ചെല്ലേണ്ടതാണ്. ഇന്ന് രാത്രി അവിടെ നാളെ ഏർലി മോർണിംഗ് അവിടെ ഓടിച്ചെന്നിട്ട് നമുക്ക് നാളെ കഴിഞ്ഞ് റോഡേക്ക് പോകാനുള്ളതാണ്. അപ്പൊ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് ഓടി എത്താൻ പറ്റാണ്ട് വരും. ഇതൊക്കെയാണ് വിന്ററിന്റെ അകത്ത് നമുക്ക് ട്രക്കിങ്ങിന്റെ അകത്ത് വരുന്ന ചലഞ്ചുകൾ. എന്തോ ദൈവത്തിനെ കൊണ്ട് ഇതുവരെ നമ്മൾ സ്റ്റക്കായില്ല. നമ്മളിപ്പോൾ നിലവിൽ വിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നോയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് ലാൻഡെല്ലാം അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടുന്ന് ലറാമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 104 മൈലും കൂടെ ഉള്ളൂ. അപ്പം ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അടുത്ത ലൈറ്റ് ബോർഡ് വരുന്നുണ്ടോ? ലൈറ്റ് ബോർഡ് കാണിക്കാം. നമുക്ക് ഇങ്ങനെയുള്ള വാർണിംഗ് സൈനുകൾ അവരിങ്ങനെ റോഡിൽ വെച്ചിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. എസ്പെഷ്യലി നമ്മൾ ഇതുപോലെ തന്നെ ഈ വിന്റർ ടൈമിലൊക്കെ പോകുമ്പം എല്ലാം വാർണിംഗ് സൈൻ വെക്കുന്നുണ്ട്. ഇനി അതും കൂടാണ്ട് നമ്മുടെ CB റേഡിയോക്കകത്തൊരു പിക്ചറും കൂടിയുണ്ട്. ഈ CB റേഡിയോക്കകത്ത് ഇവിടെ വെതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Chance of snow 50%. Wind chill values as low as 10 below. Saturday night, mostly cloudy with a 50% chance of snow. Patchy blowing snow. Visibility 1/4 mile or less at times. Windy, cold with lows around 10 above. So ഇങ്ങനെ നമുക്ക് നമ്മുടെ CB റേഡിയോക്കകത്ത് അവർ ലൈവായിട്ട് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വിന്ററിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് പോകേണ്ടതാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് വയോമിങ് കഴിഞ്ഞ് നമുക്ക് നെബ്രാസ്ക കയറണം. സോ നെബ്രാസ്ക കയറിയാൽ പിന്നെ അത്ര വലിയ സീനില്ല. വയോമിങ്ങിൽ പൊതുവെ ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കൂടെ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് വയോമിങ്. സോ അതെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്കൊരു കുറച്ച് നേരം വണ്ടി ഒതുക്കിയിടേണ്ട വന്നു കേട്ടോ. കാറ്റ് ശക്തമായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാണേലും നമ്മൾ സേഫായിട്ട് വയോമിങ്ങും നെബ്രാസ്കയൊക്കെ ഓടിച്ച് തീർത്ത് അയോവയിൽ വന്നു. അയോവയിലുള്ള അയോവ 80 എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിലേക്ക് നമ്മൾ പുള്ളിയുമാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏതാണ്ട് ഓടി ഫിനിഷ് ആവാറായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയോവ 80യിലാണ്. ഇന്റർസ്റ്റേറ്റ് 80യിൽ തന്നെയുള്ള അയോവ 80 എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിലാണ്. സിയയുടെ കീഴിലുള്ളതാണ് ഈ ട്രക്ക് സ്റ്റോപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഏതാണ്ട് 1000 ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെയുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ഇനി അതും കൂടാണ്ട് ഇതിന്റെ അകത്ത് അത്യാവശ്യം മെഡിക്കൽ കാർഡുകൾ തീർന്നു പോയാൽ എടുക്കാനുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, കടകളുണ്ട്, പല തരത്തിലുള്ള കടകളുണ്ട്, ഒരു ട്രക്കിന്റെ എക്സിബിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രക്ക് കണ്ടപ്പോ ഒരാഴ്ച ഓടി വന്ന നമ്മുടെ ട്രക്കിന്റെ അവസ്ഥയാണ് കേട്ടോ. മുഴുവൻ ചെളി പിടിച്ച് മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. ഇത് ഇതിന്റെ ഒറിജിനൽ കളറാണ്, പോറിയതൊന്നും അല്ല. അതാണ് വണ്ടി നിറച്ച് ചെളിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ കൊണ്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യിക്കാൻ പോവാണ്. ഇതൊന്ന് കഴുകി വന്നു കഴിയുമ്പോൾ അറിയാം ഏകദേശം ഇതിന്റെ കളർ വ്യത്യാസം എന്താന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരാഴ്ച ഓടുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാവും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അയോവ 80യില് നേരെ ഓപ്പോസിറ്റ് ബ്ലൂ ബേക്കൻ എന്ന് പറഞ്ഞൊരു ട്രക്ക് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഈ ബ്ലൂ ബേക്കൻ എന്ന് പറഞ്ഞ ട്രക്ക് വാഷിംഗ് ഫെസിലിറ്റി ഓൾ അമേരിക്കയിലുള്ളതാണ്. അതൊരു വലിയ കോർപ്പറേറ്റ് ആണ്. വണ്ടി വാഷ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസും വണ്ടിയുടെ മറ്റു കാര്യങ്ങളും പറഞ്ഞാൽ മതി. അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം അവർ കമ്പനിക്ക് നേരിട്ട് ബില്ലേക്ക്, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. സോ ഏതായാലും വാഷ് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊണ്ട് ചിക്കാഗോ കൊണ്ടിടാം. ഈ കൊല്ലത്തിൽ എങ്ങനെയാണ് വേറൊരാളെ ഈ വേറെ ടീമിന് നമ്മൾ ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. സോ ആദ്യം നമുക്ക് ട്രക്ക് ഒന്ന് വാഷ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.
അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് ബ്ലൂ ബേക്കൻ എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിലാണ്. സോ ഇന്നിപ്പം വലിയ തിരക്കില്ലായിരുന്നു. നമ്മളിപ്പം വന്ന വഴിക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു അരമണിക്കൂർ ഇവിടെ കടന്നാലാണ് നമുക്ക് ഇങ്ങോട്ടൊന്ന് എത്താൻ പറ്റുള്ളൂ. സോ ഇനി ഇവിടെ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് പുറത്തു പോയി കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യം വെച്ചാൽ നമ്മൾ കാർപ്പറ്റ് എല്ലാം കൂടെ എടുത്ത് പുറത്തിട്ട് കൊടുക്കും. കാർപ്പറ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഈ റബ്ബർ മാറ്റാണ്, ആ റബ്ബർ മാറ്റ് എടുത്ത് പുറത്തിട്ട് അവർ അതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് വിടും. അപ്പോൾ ഒന്നും വൃത്തിയായി കിടക്കട്ടെ അല്ലേ. ഇവിടെ ഈ വെള്ളം കിടക്കുന്നൊക്കെ ഐസായി കേട്ടോ. കാരണം ഇവിടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ മോശമാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കിടക്കുന്നൊക്കെ ഉണ്ട്, ഓൾറെഡി ഐസാണ്. ഇപ്പൊ നമ്മുടെ വണ്ടി നല്ല സെന്ററിനായിട്ട് കഴുകി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട്, വണ്ടി വാഷ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഇതേ വണ്ടിയിൽ നിന്ന് ചാടി വീഴുന്ന വെള്ളമെല്ലാം ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ തീരെ കുറവായതുകൊണ്ട് ഇവിടെയൊക്കെ ഐസായിട്ട് കിടക്കുവാണ്. സോ ഇതെല്ലാം ഐസാണ് കേട്ടോ. ബ്ലൂ ബേക്കിന് കയറി ട്രക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ട്രെയിലർ നമ്മൾ വാഷ് ചെയ്യിക്കാറില്ല, കാരണം ട്രെയിലർ എസ്എസിന്റെ പ്രോപ്പർട്ടിയാണ്. സോ അവരാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. ട്രക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇപ്പോൾ ട്രക്ക് നമ്മൾ വാഷ് ചെയ്ത അവസ്ഥ നമുക്കൊന്ന് കാണാതുണ്ടോ. ക്ലീനായി നമ്മുടെ ട്രെയിലർ ഫുൾ അഴുക്കാണ്, അത് അവർ ക്ലീൻ ചെയ്യിച്ചോളും. നമ്മുടെ ട്രക്കിന്റെ ടയറിന്റെ ഇത്രയും ഷൈനിങ് ഉള്ള ടയറാണ് നേരത്തെ കറുത്ത് കൂടി ഇരുന്നത്. കണ്ടോ, ക്യാറ്റ് വാക്ക് ഒക്കെ നല്ല ക്ലീൻ. ഇതിന് ക്യാറ്റ് വാക്ക് എന്നാട്ടോ പറയുന്നത്. ഇതിന്റെ മണ്ടയിൽ നമുക്ക് കയറി നിൽക്കാനും കാര്യങ്ങൾക്കും ഉള്ള ഒരു സൗകര്യമാണ്. സൈഡിലെ ചെളിയൊക്കെ കളഞ്ഞപ്പോൾ തന്നെ വണ്ടി സുന്ദരനായി. അടുത്ത ആഴ്ച ഓടാൻ പുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടീനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി നമ്മൾ ഇനി നേരെ ഷിക്കാഗോയിലേക്ക് യാത്ര തുടങ്ങാണ്. ജൂലിയറ്റിലേക്ക് ഇനി ഏതാണ്ട് 150 മൈലും കൂടി ഉള്ളൂ. അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ട് നമ്മൾ അവിടുന്ന് ഇന്നിപ്പോൾ ഹോട്ടൽ എടുത്തിട്ട് നാളെ നമ്മൾ പോകുന്നത്. ഈ രാത്രി മുഴുവൻ നമ്മൾ വണ്ടി ഓടിച്ച് വന്നിട്ട് ഇനി കണ്ടിന്യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഷിക്കാഗോ ഉള്ള വഴിയിൽ കാണാം. അങ്ങനെ ഫ്രണ്ട്സ്, IIT-യിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിനോയ്സ് കയറി കേട്ടോ. ഇല്ലിനോയ്സ് ഇനി നമുക്ക് ഷിക്കാഗോയിലേക്ക് എത്താനായിട്ട് 143 മൈൽ കൂടെ മാത്രം. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഏതാണ്ട് ഓടി നമ്മുടെ ലോഡ് കംപ്ലീറ്റ് ആകാറായി. നമ്മളിപ്പോൾ ഇല്ലിനോയ്സിലാണ്. ഇല്ലിനോയ്സിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് 21 മൈലും കൂടി ഉള്ളൂ നമ്മുടെ ജൂലിയറ്റ് എന്ന് പറഞ്ഞ ടെർമിനലിലേക്കുള്ളൂ. ഇല്ലിനോയ്സിൽ ഇന്റർസ്റ്റേറ്റ് 80-ൽ എക്സിറ്റ് നമ്പർ 116 ഒരു ലൗസ് എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നാഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം അവിടെ കയറി നമ്മൾ നാഫിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ട്. വിശക്കുണ്ട്. കുബൂസ് പോലെ. അത് കോംപ്ലിമെന്ററി അല്ലാണോ? അത് കോംപ്ലിമെന്ററി ആട്ടോ. പിന്നെ ഇത് ഒരു മുളക് ചമ്മന്തി, അല്ല നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാനുണ്ട്. ഇത് വേറൊരു നമുക്ക് ചുരുക്കി പറഞ്ഞ ചെണ്ടക്കപ്പയും മുളകും കഴിക്കാന്നാണ് ഉദ്ദേശിച്ചത്. എന്താണേലും നോക്കാം. പിന്നെ നമ്മൾ മേടിച്ചത് ഇതാണ്, പ്ലേറ്റ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ബാസുമതി റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഷവർമയുടെ ചിക്കൻ ഉണ്ട്, പിന്നെ ഷവർമയുണ്ട്, സ്റ്റേക്ക് ഉണ്ട്. അല്ലല്ല, ഷവർമയുണ്ട്, സ്റ്റേക്ക് ഉണ്ട്, ബാസുമതി റൈസ് ഉണ്ട്, പിന്നെ ക്യാബേജ്, വൈറ്റ് ഒനിയൻ, പിന്നെ കുറെ സോസുകളും, ഗാർലിക് സോസ്. അപ്പൊ ഏതായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് ടെർമിനലിൽ കൊണ്ട് ലോഡ് ഡെലിവറി ചെയ്യാന്ന് വെച്ചാൽ. അപ്പൊ ഇത് ബാസ്മതി റൈസ് ആണെന്നാണ് അവര് പറഞ്ഞത്. നമ്മുടെ ബാസ്മതി റൈസ് ആണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് ഓണിയൻസും ക്യാബേജും പിന്നെ കുക്കുംബർ സാലഡ്, കട്ട് സാലഡും ഉണ്ട് ഇതിൻ്റെ അടിയിൽ.
കുക്കുംബർ ടൊമാറ്റോ. പിന്നെ ഇത് ഷവർമ്മയ്ക്കകത്തിടുന്ന ചിക്കനും. ഇത് മറ്റേ ഇതെന്താ ഇറച്ചിയായിരുന്നു? ഒന്ന് ചിക്കനും സ്റ്റേക്കും. ഷോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കണ്ടല്ല അപ്പം ഞാൻ വീഡിയോ സൈൻ ഓഫ് ചെയ്യും. ഇനി വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എനർജി കിട്ടുള്ളൂ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇതുപോലെ ട്രാഫിക് വന്നിട്ട് എനിക്ക് എങ്ങനെയില്ലത് കൊണ്ടിട്ടിട്ട് വീട്ടിൽ പോകാൻ തോന്നുക. നമ്മള് തിരിച്ച് ജൂലിയറ്റിൽ വന്ന് കയറി നമ്മുടെ ട്രിപ്പ് ഏതാണ്ട് ഇവിടെ ഫിനിഷ് ആവുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിഞ്ഞ് നേരെ നമ്മുടെ ട്രക്കിന്റെ യാർഡിലേക്ക് പോകും. ഇവിടെ നിന്ന് 20 മൈലാണ് ട്രക്കിന്റെ യാർഡിലേക്കുള്ളത്. അവിടെ നമ്മുടെ കാർ കിടപ്പുണ്ട്. കാറിലേക്ക് സാധനങ്ങൾ കയറ്റണം, വണ്ടി വൃത്തിയാക്കണം, വണ്ടി ക്ലീൻ ചെയ്യണം. ഹോട്ടലിൽ പോയി നോക്കിയിട്ട് രാവിലെ എണീറ്റ് ഒരു ഏർലി മോർണിംഗിൽ നമുക്ക് ഫ്ലോറിലേക്ക് പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോളിഡേയിലാണ് ബുക്ക് ചെയ്തത്. VDJ പോകണം 577 മലയാളിയാ, ചാടിക്കാരൻ. അപ്പൊ നമ്മളിവിടെ നേരെ ജൂലിയറ്റിൽ എത്തിയിട്ടുണ്ട്. ജൂലിയറ്റിൽ നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്നു. നമ്മുടെ പേപ്പർ വർക്ക് അകത്ത് കൊണ്ടേ കൊടുക്കണം. അതാണ് നമ്മുടെ ഓഫീസ്. ലൈൻ ഹോൾ എന്ന് എഴുതിയിരിക്കുന്ന ലൈൻ ഹോളിന്റെ ഓഫീസാണ്. നമ്മൾ ലൈൻ ഹോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, എസ്റ്റസിന്റെ. അപ്പൊ ലൈൻ ഹോളിൽ കൊണ്ടേ പേപ്പർ വർക്ക് കൊടുക്കണം. പേപ്പർ വർക്ക് വൺസ് പേപ്പർ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് അടുത്ത ലോഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് അടുത്ത പേപ്പർ വർക്ക് തന്നെ. ഏതായാലും നമ്മൾ ഇതിവിടെ കൊടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ട്രക്കുമായിട്ട് നേരെ നമ്മുടെ യാടി പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് ഹോട്ടലിലേക്ക് പോകാൻ. സോ ആദ്യം ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അത്ര തണുപ്പുണ്ടോ? പെട്ടെന്നൊരു കാറ്റം കയറി കൊണ്ടാലും ചെരുപ്പൂട്ടേക്കല്ലേ മറ്റേ ഷൂ എന്തി ഷൂവിന് വേണ്ട. പെട്ടെന്നൊരു കാറ്റം കയറിയിട്ട് ഗ്ലാഡ് ഹാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. എവിടെയാണ് എവിടെ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ വെച്ചിട്ട് ഇതൊരു ഡമ്മി ഹോൾഡറാണ്. സെയിം പിന്നെ ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ മേടിച്ച് നമ്മളിവിടെ ജൂലിയറ്റിൽ കൂടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാണ്. ലാൻഡിംഗ് ഗിയർ നമ്മൾ ലാൻഡിംഗ് ഗിയർ താത്തിയിട്ട് ഫിഫ്ത്ത് വീൽ എങ്ങനെ റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കയറി ലോക്ക് ആയല്ലോ, ആ ലോക്കിംഗ് ഗിയർ നമ്മൾ റിലീസ് ചെയ്യണം. അത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലിവർ. ഇതിപ്പം ഓരോന്നിനും ചിലത് നേരെ ഇങ്ങനെ പുള്ളി ചെയ്താൽ മതി. ചില വണ്ടിക്ക് അകത്തുനിന്ന് തന്നെ ചെയ്യാം. ഇതിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ പൊക്കി ഇച്ചിരി മുന്നോട്ട് നീക്കിയാലാണ് ഇത് വരുള്ളൂ. ഈ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലോക്കിംഗ് ജോ വിട്ടു തന്നെ അർത്ഥം. പിൻ ഫ്രീ ടു റോട്ടേറ്റ്. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ട്രെയിലർ അവിടെ തന്നെ ഇരുന്നോളൂ. സോ പുറകിൽ നിന്നുള്ള ലോക്ക് പിടിച്ചു. ഇനി ഈ ട്രക്ക് നമുക്ക് മുന്നോട്ടെടുത്താൽ ട്രെയിലർ അവിടെ ഇരുന്നോളും. നമുക്ക് നേരെ നമ്മുടെ യാർഡിലേക്ക് പോകട്ടോ. ട്രക്ക് കൊണ്ടിട്ടിട്ട് റൂമിൽ പോയി കിടന്ന് നോക്കാൻ കൊതിയാവുക. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ 55 ട്രക്ക് സ്റ്റോപ്പിലെത്തി. ഇനി വണ്ടി എല്ലാം എംപ്റ്റി ചെയ്യണം, ഇൻക്ലൂഡിങ് എൻ്റെ CB റേഡിയോ അടക്കം എല്ലാം ഇനി അഴിച്ച് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇനി നല്ല പണിയാണ്. വീഡിയോ തൽക്കാലത്തേക്ക് ഞാനൊന്ന് പോസ് ചെയ്യണം. നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വണ്ടിയിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ കാണാം കേട്ടോ. സോ പിന്നെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് അത്യാവശ്യം നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്തുള്ളൂ. കാരണം ഇന്നൊരൊറ്റ രാത്രി നമ്മളിവിടെ കിടക്കേണ്ട ആവശ്യമുള്ളൂ. സോ അതുകൊണ്ട് നമ്മുടെ ജസ്റ്റ് ഡ്രസ്സ് ഇരുന്ന ബാഗും ലാപ്ടോപ്പ് ബാഗും സാധനങ്ങൾ മാത്രം നമ്മളിങ്ങോട്ട് എടുത്തു. നമ്മൾ ഒരു കിങ് സൈസ് ബെഡ് റൂമാണ് പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു റൂം തന്നെയാണ് കേട്ടോ. നല്ലൊരു കിങ് സൈസ് ബെഡ് ഉണ്ട്, ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സോഫയുണ്ട്, പിന്നെ
കബോർഡ് ആ സൈഡിലാണ്. ആക്ച്വലി ഇവിടെ ഇതിൻ്റെ കബോർഡിന് അടപ്പില്ല കേട്ടോ. സാധാരണ കബോർഡിന് ലൈക്ക് ഒരു അടപ്പുള്ളതാണ്. ഇതിന് അടപ്പില്ല, അയൺ ബോർഡും ടേബിളും മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, നമുക്കതിൻ്റെ ആവശ്യം, നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല. ഒരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട്, ബട്ട് നോ ഫ്രീസറില്ല. ഓവൻ ഒരെണ്ണമുണ്ട്, കോഫി മെഷീൻ ഉണ്ട്. ഇതെൻ്റെ ടൂളാണ്, നമ്മുടെ സ്വന്തം ടൂളാണ്. സോ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടൊരു സ്റ്റാൻഡിങ് ഷവർ, നല്ല കമോഡുണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു മിറർ ഇവിടെയുണ്ട്, ഒരു മിറർ പുറത്തുമുണ്ട്. പുറത്തുള്ളത് ഈ സൈഡിലാണ്. അത്യാവശ്യം നിന്ന് നോക്കാനുള്ള വലിയൊരു മിററുണ്ട്. നമ്മുടെ ഈ റൂമിന് ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് അത്യാവശ്യം 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. 2 ചെയറൊക്കെ ഇട്ട് ഐ തിങ്ക് സ്മോക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു, സ്മോക്കിംഗ് സൗകര്യത്തിനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ബാൽക്കണി സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ കാരണം പൂൾ അവർ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇതിരിക്കുന്നത് റിസപ്ഷൻ്റെ ടോപ്പ് വശമാണ്, റൂഫാണ്. അപ്പം ഈ സൈഡിലേക്കുള്ള റൂമുകൾക്കെല്ലാം ബാൽക്കണി ഉണ്ട്. ഇതെല്ലാം ബാൽക്കണി ഉള്ള റൂമുകളാണ്. അത് കാണുന്ന ഹൈവേ ആണ്. സോ നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് കയറാം. ബാൽക്കണിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഈ വിൻ്ററിൻ്റെ സമയത്ത് ബാൽക്കണിയുടെ ആവശ്യമില്ല, നല്ല തണുപ്പാണ്. ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ നടക്കുക. സോ എനിവേ നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിവിടെ വന്നു, നമ്മൾ ഹോട്ടലിൽ ചെക്കിനും ചെയ്തു. ഇനി ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് രാവിലെ നമ്മൾ ഫ്ലോറിലേക്ക് പോകണം. അത് ഞാൻ പുതിയൊരു വീഡിയോ ആക്കി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.